ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് ഇതിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഹെയർ അക്സസറീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കുഞ്ഞു മുത്തുമണിയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കേഷനാണ്, ആ ടൈമിൽ നിങ്ങൾക്ക് ഹെയർ അക്സസറീസൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റും, സെയിൽ ചെയ്യുന്ന നടക്കുന്നൊരു ടൈമാണെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ കിറ്റും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതേപോലുള്ള ഇൻട്രസ്റ്റുകൾ, ഇതുപോലുള്ള മേക്ക് ചെയ്യാനുള്ള കഴിവ് കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ മേക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കിറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കിറ്റ് എന്ന് പറയുന്നത് വെറും 155 രൂപയുടെ ഒരു കിറ്റാണ്, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ ആ ഒരു കിറ്റ് വരുന്നത്. അപ്പോൾ അതിൽ 5 പീസ് ബോ വരുന്നുണ്ട്, 5 പീസ് റിബൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോണും വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ ബോയും കാര്യങ്ങളും ഒക്കെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ, എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ഇതിൻ്റെ ആഫ്റ്റർ ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ, മേക്ക് ചെയ്തതിന് ശേഷം അവർ ആ ഒരു ഇത് അടിപൊളിയാവുമ്പോൾ, അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കി അത് അടിപൊളിയാവുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും കേട്ടോ. സ്കൂൾ തുറക്കുമ്പോൾ മക്കൾ അവർ തനിയെ ചെയ്തിട്ടുള്ള വർക്കൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ അത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കേ അത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കുഞ്ഞിലേ മുതലേ ഇതുപോലുള്ള കുട്ടി കുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരോ നീ ചെയ്താണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അതൊരു വലിയ അവാർഡാണ് കേട്ടോ. നമ്മൾ കുറേ എന്താ പറയുക, കുറേ പൈസ കിട്ടുന്നതിനെക്കാട്ടിയും ഒക്കെ സന്തോഷം നമുക്ക് ആ ഒരു ചെറിയ അപ്രിസിയേഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് വാങ്ങിച്ചു കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 155 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് വാങ്ങിക്ക്. എന്നിട്ട് ജസ്റ്റ് അവർക്കൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തു നോക്ക്. ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ചെറുതായിട്ട് അവരെ ഒന്ന് എന്താ പറയുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് നോക്ക് മക്കളെ എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തു നോക്ക്. എന്താവും നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ക്രാഫ്റ്റിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പോകുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ പേരും എന്നെ അന്ന് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത കുറച്ച് പേരൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ചേരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ 1-2 പേരെന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് വീട്ടിൽ ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാൾക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക നമുക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ അവർക്കങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക്. അവർ ഓരോ കാര്യങ്ങൾ മേക്ക് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതിലെന്തെങ്കിലും ചെറിയ തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും അവരെ കളിയാക്കോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യാതെ ജസ്റ്റ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പഠിത്തത്തോടൊപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചില ആൾക്കാർക്ക് പാഷനായിരിക്കും ഇത്, മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ കുഞ്ഞുമക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് മാത്രമേ കിറ്റ് കൊടുക്കൂ അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും 155 രൂപയ്ക്ക് ഈ ഒരു കിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഞാൻ കിറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, സാധനങ്ങൾ മാത്രം ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ കറക്റ്റായിട്ട് അതിൽ വരുന്ന സാധനമൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടേക്കാം, അതും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഇതിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത്രയും കളർ റിബൺസാണ് വരുന്നത്. ഈ ഒരു റിബൺ കാണുമ്പോൾ തന്നെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഐഡിയാസ്, ഇതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ വരും കേട്ടോ. ഈ ഇത്രയും കളേഴ്സ് റിബൺ കാണുമ്പോൾ തന്നെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കിട്ടും. അതുപോലെ പിന്നെ സെയിം കളർ തന്നെയാണ് സാറ്റിൻ്റെ ബോ വരുന്നത്. ഈ റിബൺ ഏത് കളറാണോ അതേ കളർ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതേപോലുള്ള സ്റ്റോൺ ഷീറ്റില്ലേ, ഈ ഒരു സംഭവം ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ. അതിൽ ഒട്ടിക്കണം എന്ന് നിർബന്ധമില്ല. അതല്ല നിങ്ങളുടെ കയ്യിൽ പശ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിൽ നിന്നൊരു സ്റ്റോൺ എടുത്തിട്ട്
അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. ഭയങ്കര അടിപൊളിയായിട്ട് വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ റിബൺസ് കാണുമ്പോൾ ഹെയർ ബോ മാത്രമല്ല, അതിൽ കൂടുതൽ വർക്കുകളും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 155 രൂപയാണ് ഇത്ര സാധനങ്ങളുടെ റേറ്റ് വരുന്നത്. ഇത്ര സാധനങ്ങളുടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പശയോ അല്ലെങ്കിൽ ബീഡ്സോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. എക്സ്ട്രാ ഷിപ്പിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ